ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഫ്ലോർ മൗണ്ടർ, അതായത് നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റ് എങ്ങനെയാണ് ഉറപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഫിനിഷിങ് ചെയ്തതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് സിംബോൾ എന്ന് പറയുന്ന കമ്പനിയുടെ ക്ലോസറ്റ് ആണ്. 10 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മോഡൽസ് പല മോഡൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഉണ്ട്. ഏറ്റവും അടിയിൽ നിങ്ങൾ കാണാൻ സാധിക്കും, അതായത് ടൈലിലാണ് നമ്മളിത് ഫ്ലോർ മൗണ്ടർ ഉറപ്പിക്കുന്നത്. ബാക്സിൽ 2 സ്ക്രൂ ആണുള്ളത്. 2 സ്ക്രൂ നല്ല 3 ഇഞ്ച് നീളത്തിൽ വരുന്ന ESSൻ്റെ സ്ക്രൂ ഇട്ടിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. കമ്പനി കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നമ്മൾ പുറത്തു നിന്ന് ESSൻ്റെ സ്റ്റീലിൻ്റെ സ്ക്രൂ വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല, ഇനി അതിലേക്ക് വരുന്ന കണക്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. നേരെ അതിൻ്റെ ബാക്കിലേക്ക് കണക്ഷൻസ് കയറി പിന്നെ വരുന്ന ഹെൽത്ത് ഓസെറ്റ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്ന 2 കണക്ഷൻസാണ് വരുന്നത്. ഹെൽത്ത് ഓസെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ടാങ്കിലേക്ക്, അതായത് ഫ്ലഷ് ടാങ്കിലേക്ക് വെള്ളം കയറുന്ന ഒരു പോയിൻറ്റ്, അങ്ങനെ 2 പോയിൻ്റാണ് വാട്ടർ ലൈനായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്ലഷ് വരുന്ന ബട്ടൺസാണ് 2 ബട്ടൺസാണ് മെയിനായിട്ട് വരുന്നത്. ഫ്ലഷ് ബട്ടൺ വരുന്നത്, പിന്നെ അതിൻ്റെ തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, അതിൻ്റെ ആ സീറ്റ് കവർ തന്നെ കുറച്ചുകൂടി വെറൈറ്റിയാണ്. പെട്ടെന്ന് അടയുന്ന രീതിയിലല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതായത് പെട്ടെന്ന് വന്നിട്ട് ടപ്പേന്ന് പറഞ്ഞിട്ട് അടയ്ക്കുന്ന രീതിയായിരിക്കും. പക്ഷേ അതല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പതുക്കെ വിട്ടാൽ തന്നെ ലോ ആയിട്ട് വന്ന് അടയുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്ലഷ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വെള്ളം കാര്യങ്ങൾ, സർക്കുലേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടു. അതുമാതിരി തന്നെ ഇത് ഉറപ്പിക്കുന്ന രീതി തന്നെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കാരണം ടൈൽ ഒട്ടിച്ചതിന് ശേഷം ടൈലിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലോർ മൗണ്ടർ ക്ലോസറ്റ് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യാം. വൈറ്റ് സിമെൻറ്റിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ടൈലിൻ്റെ തന്നെ പുട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് അതുപോലെ തന്നെ കാര്യങ്ങളോ അല്ലെങ്കിൽ സിലിക്കോണൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സിലിക്കോൺ ആദ്യം ഇടുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഉണ്ടാവില്ല. കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഈ സിലിക്കോണിൽ ചെളി പിടിച്ചതിന് ശേഷം കളർ ചേഞ്ച് ആവുന്നതും, അതുമാത്രമല്ല സിലിക്കോൺ അത് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ജസ്റ്റ് പൊട്ട് വീണ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബാക്ക് ചെയ്യുന്ന നമുക്കത് വലിച്ചെടുക്കാൻ സാധിക്കും. അതായത് വളരെ സിമ്പിളായിട്ട് അത് പൊളിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് സിലിക്കോൺ അങ്ങനെ സംഭവിക്കുന്നത്. അതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് ടൈലിൻ്റെ പുട്ടിയുണ്ട്. അതായത് അപ്പോക്സി ചെയ്യുന്ന പുട്ടിയല്ല, അപ്പോക്സി ചെയ്യുന്ന PVC മെറ്റീരിയൽസാണ്. അതല്ലാതെ സാധാ പുട്ടി കിട്ടും നമുക്ക്. ആ പുട്ടി വാങ്ങിച്ചതിന് ശേഷം കളർ വൈറ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈറ്റ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ നീറ്റായിട്ട് ഇരിക്കും. നിങ്ങളിപ്പോൾ കാണുന്നത് പോയിൻ്റ് ചെയ്തതിന് ശേഷമുള്ള ആ രീതിയാണ് കാണുന്നത്. ഇനി ക്ലോസറ്റിൻ്റെ റേറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ക്ലോസറ്റിൻ്റെ റേറ്റ് പറയുന്നത് അതിന് മുന്നേ 200 mm അതിൻ്റെ സെൻറ്റർ, അതായത് ഔട്ട് വരുന്നത് ഡ്രൈനേജിൻ്റെ വേസ്റ്റ് ഔട്ട് 4 ഇഞ്ച് ഔട്ട് 230 mm ആണ് നമ്മുടെ വാളും അതുപോലെ തന്നെ പൈപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 12,000 സംതിങ് ആണ് MRP പറയുന്നത്. എന്തായാലും അത്രയും റേറ്റ് വരുന്നില്ല, അതിനേക്കാൾ കുറച്ച് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും സേഫ്റ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് നമുക്ക് ഫ്ലോർ മൗണ്ടർ തന്നെയാണ്. ഫ്ലോർ മൗണ്ടർ ക്ലോസറ്റാണ് സേഫ്റ്റി കൂടുതൽ. അതായത് നമ്മൾ വാളിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റിനേലും ഏറ്റവും കൂടുതൽ സേഫ്റ്റി, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഏറ്റവും സേഫ്റ്റിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ്. കാരണം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഫോഴ്സ് കൊണ്ട് നമ്മൾ ഇരുന്നാൽ തന്നെ, വെയിറ്റുള്ള ആളുകൾ ഇരുന്നാൽ തന്നെ യാതൊന്നും സംഭവിക്കാത്ത രീതിയിൽ നിലത്ത് ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് യാതൊന്നും സംഭവിക്കില്ല. എന്നാൽ വാൾ ഹാങ്ങിങ് സിസ്റ്റം നമ്മളൊന്ന് ഇരിക്കുന്ന സമയത്ത്, വെയിറ്റ് കൂടിയ ആളുകളിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇത് നമുക്ക് കണ്ണടച്ച് ധൈര്യമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ എല്ലാം ഓക്കെ ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.